നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യഘട്ടം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പിണറായി വിജയൻ തുടങ്ങി. അന്ന് ഇരട്ടച്ചങ്കനെന്നും കേരളത്തിൻ്റെ ക്യാപ്റ്റൻ എന്നുമൊക്കെ പിണറായി വിജയനെ ചിലർ വാഴ്ത്തുപാട്ടുകൾ കൊണ്ടങ്ങ് സ്തുതിഗീതങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. പിന്നീട് പിണറായി വിജയൻ്റെ ക്ലിപ്പ് ഹൗസിലേക്ക് മരുമകനായി മുഹമ്മദ് റിയാസ് വന്നു കയറുന്നു. മുഹമ്മദ് റിയാസ് കാലുവെച്ച് അന്ന് മുതൽ പിണറായി വിജയൻ ഒരു കഷ്ടകാലം. റിയാസിലൂടെ ഒരു കണ്ടകശനി പിണറായി വിജയനെ പിടികൂടിയോ. അതിനുശേഷം എന്തെല്ലാം അനർത്ഥങ്ങൾ. പിണറായി വിജയൻ തൊടുന്നതൊക്കെ അബദ്ധങ്ങളുടെ ഒരു പഞ്ചാംഗമായി. ഒപ്പമിരുത്തിയ ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഒരു നായകനായി മാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർ ഭരണത്തിലാകെ കൂടി പിണറായി വിജയൻ ആടിയുലയുന്ന കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ എല്ലാം തകർത്ത് കൊടുങ്കാറ്റ് പോലെ ഒരു സുനാമി പോലെ PV അൻവറിൻ്റെ ആരോപണങ്ങളും റിയാസിന് നേർക്കാണ് അധികവും. ഈ പാർട്ടി പൂർണ്ണമായി റിയാസിൻ്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കാനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങളാണ്. മകൾക്ക് വേണ്ടി ഒരച്ഛൻ നടത്തുന്ന കൊള്ളയാണ്. എന്താണ് റിയാസിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? റിയാസ് ഈ പാർട്ടിയുടെ ഒരു നാശത്തിനാണോ പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിൽ ചെന്ന് കയറിയത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? സോമൻ, ഇതിൽ ഈ സോമൻ പറഞ്ഞ പോലെ ഇതൊരു ഒരു ഒരു അനർത്ഥങ്ങൾ ആ ഒരു നിലയിൽ തന്നെ വിശകലനം ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അല്ല, സോമൻ അങ്ങനെ വിശകലനം ചെയ്യുന്നതിൽ എനിക്ക് തെറ്റില്ല. സോമന്റെ ബോധ്യം ഈ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും സ്വയം നടത്തിയൊരു നിരീക്ഷണത്തിലേക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ എത്താം. പക്ഷേ രാഷ്ട്രീയമായി നമ്മളതിനെ വിശകലനം ചെയ്യുകയും അൻവർ ഇപ്പോൾ ആ വിഷയം എടുക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിശദമായി വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ ആരും തർക്കവുമില്ല. റിയാസ് ക്ലിപ്പ് ഹൗസിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ടത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ EPയുടെ ഒക്കെ കട്ട പിന്തുണയുണ്ട്. ഇടയ്ക്ക് ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ETയെ മാറ്റി നിർത്തിയാലും പിന്നീട് EP പോലും പിണറായി വിജയനോട് ചേർന്ന് നിന്നു. കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനൊപ്പം നിന്നിരുന്നു. അന്ന് പാർട്ടിയുടെ നേതാക്കളെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ CPMനുണ്ടായിരുന്ന ഒരു ഐക്യബോധം അത് റിയാസിൻ്റെ വരവോടെ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതെ. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നൊരു നിഗമനം എന്താ? കാരണം റിയാസിന് വേണ്ടിയാണ് ഇതേ പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് രൂപം കൊടുത്തത്. മുതിർന്നവരെയൊക്കെ വെട്ടിമാറ്റി മുഹമ്മദ് റിയാസിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് നൽകാനായുള്ള ചരടുവലികൾ നടത്തി. എല്ലാം റിയാസിന് വേണ്ടി ഏറ്റവും നല്ല ഒരു അമ്മായിച്ചനായി മാറി. ഫാദറിലോ സ്വയം പറഞ്ഞതിടത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം നമ്മൾ എടുക്കുക. അന്നും ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്നും ഇതുപോലെ തന്നെ വിമർശനം ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. കാരണം ഒന്നാം പിണറായി സർക്കാർ നല്ലതായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ അങ്ങനെയൊന്നും എനിക്ക് ഒരു വേദനമില്ല. ഒന്നാം പിണറായി സർക്കാരും മോശമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ മോശം രണ്ടാം പിണറായി സർക്കാർ എന്ന് ഞാൻ പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് റിയാസ് വന്നുകൂടുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രണ്ട് സർക്കാരുകളെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ ആദ്യം നല്ലത് രണ്ട് ചീത്ത എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു 50% മോശമായിരുന്നു, ഇപ്പോൾ ഒരു 150% മോശം. എത്രയേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ റിയാസിൻ്റെ വരവ് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ത്? പിണറായി വിജയനും പാർട്ടിക്കും. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതെ, സ്വാഭാവികമായും സോയ്മോൻ അതിനെ പിന്നെ റിയാസ് വന്നതിന് ശേഷം അനർത്ഥങ്ങൾ എന്നുള്ള നിലയിൽ വിശകലനം ചെയ്യുമ്പോൾ ഞാനതിനെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയാണ്. രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോഴും അതിൻ്റെ കൺക്ലൂഷൻ ഒന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ രണ്ട് തരത്തിൽ അവിടെ എത്തുന്നത്? സോയ്മോൻ എങ്ങനെയാണ് അവിടെ എത്തുന്നുള്ള സോയ്മോൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി ഒന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സീനിയർ ആയിട്ടുള്ള ആളുകൾ മന്ത്രിമാരായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ EP ജയരാജൻ പോയെങ്കിലും പിന്നീട് വന്നു. ഡിഫൻസ് സിസ്റ്റം നല്ലതായിരുന്നു. ജി സുധാകരൻ, AK ബാലൻ, തോമസ് ഐസക്. അപ്പം ഈ സീനിയർ ആയിട്ടുള്ള ആളുകളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു വേറൊരു തരത്തിലൊരു കെട്ടുറപ്പ് അതിനുണ്ടായി. ഈ കല്ലേറുകൾ അന്ന് ഡിവൈഡ് ചെയ്തു പോയി. എല്ലാ മന്ത്രിമാർക്കും തോമസ് ഐസക്കിന് നേർക്ക് കല്ലേറ്, ജി സുധാകരൻ നേർക്ക് കല്ലേറ്. ഞാൻ പറഞ്ഞത് അതങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശം എന്നുള്ള നിലയിൽ പാർട്ടിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ളവരെല്ലാം ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അവർ പ്രതിരോധിക്കാൻ വന്നെന്നുള്ളതിനുള്ളൂ. അപ്പുറത്ത് അവരെല്ലാവരും ആ നിലയിൽ പിന്നെ സീനിയോറിറ്റി ഉള്ളവരായിരുന്നു. ഇപ്പം ബാലൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ, ജി സുധാകരൻ സീനിയർ ആയിട്ടുള്ള ആൾ, തോമസ് ഐസക് സീനിയർ ആയിട്ടുള്ള. അപ്പോൾ അതിന് ആ തരത്തിലൊരു കെട്ടുറപ്പുണ്ടായി. അപ്പം
ടു ബിഗിൻ വിത്ത് ഈ കെട്ടുറപ്പ് നഷ്ടപ്പെട്ട് പാർട്ടിയും സർക്കാരും ഉൾപ്പെടെ ദൗർബല്യത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇയാളാണ്. ആര്? റിയാസ്. അപ്പം റിയാസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും റിയാസിന് പ്രധാനപ്പെട്ടൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പറഞ്ഞതുപോലെ ഈ 2 തവണ മത്സരിക്കുന്നുള്ളൊരു സാധനം പിണറായി വിജയൻ കൊണ്ടുവന്നത് തന്നെ. അതെ, അതിന്റെ അസ്വസ്ഥതകൾ എന്ന് ശക്തമായിരുന്നു. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ അനിഷ്ടം രേഖപ്പെടുത്തി. അപ്പം ഇയാളെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായി നടത്തിയ നിലവൊരുക്കലായിരുന്നു ഈ 2 വർഷം. ആ 2 വർഷം 2 ടേം എന്ന് പറഞ്ഞു. 2 ടേം വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള എല്ലാവരും മാറി. ആ സീനിയറായിട്ടുള്ള എല്ലാവരും മാറിയപ്പോൾ തന്നെ സ്വയം പറഞ്ഞതുപോലെ അവരുടെ അനിഷ്ടം അവിടെ തുടങ്ങി. കാരണം 2ാം LDF സർക്കാർ ഉണ്ടായാൽ ടീച്ചറമ്മയായിരിക്കും മുഖ്യമന്ത്രി എന്ന് വരെ പറഞ്ഞു വെച്ചിരുന്നു. ആ ടീച്ചറമ്മയെ പോലും വെട്ടിക്കളഞ്ഞു. അതായത് കെ ശൈലജ മാറി, തോമസ് ഐസക് മാറി, ജി സുധാകരൻ മാറി, EP ജയരാജൻ മാറി. ഇവർ 4 പേരും മാറിയപ്പോൾ ആദ്യത്തെ അനിഷ്ടം അവിടെ തന്നെ ഉണ്ടായി. ഇയാളുടെ മരുമകനെ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യത്തെ അനിഷ്ടം അവിടെ തന്നെ ഉണ്ടായി. കാരണം 4 സീനിയറായിട്ടുള്ള ആളുകൾ മാറി. 2ാമത്തെ അനിഷ്ടം എവിടെ ഉണ്ടായത്? ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ വടക്കൻ കേരളത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റ് മരുമകന് നൽകി. ബേപ്പൂർ ഏറ്റവും 8 തെരഞ്ഞെടുപ്പിലും മറ്റും ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്, അത് നൽകി. അപ്പം അവിടെയും പ്രശ്നങ്ങൾ വന്നു. 3ാമത്തെ അനിഷ്ടം ഞാൻ ഓർക്കുമ്പോൾ എവിടെയാണ് ഉണ്ടായത്? വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാവായിരുന്ന എളമരം കരീം, ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ്, ആളെ തട്ടി. ഷംസീറിനെ പോലും ഒതുക്കി. ഞാൻ പറഞ്ഞ ഷംസീർ താരതമ്യം അല്ല, ഷംസീറിനും അനിഷ്ടം വന്നു. പിന്നീട് കാരണം ഷംസീറിന് മന്ത്രിയാൻ പറ്റാഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഷംസീർ ഈ പറഞ്ഞ പോലെ മുസ്ലിം നേതാവാണെങ്കിൽ താരതമ്യേന ജൂനിയർ ആണെന്ന് പറയാം. പക്ഷേ എളമരം കരീം അതായിരുന്നില്ല. കോടിയേരി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഷംസീറിനെ സംരക്ഷിക്കണം. അല്ല, അതിനെ കാരണങ്ങൾ പറയണ്ടായിരുന്നു, അവിടെ നിൽക്കട്ടെ. എന്തായാലും 3ാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവായിട്ടുള്ള എളമരം കരീമിനെ മാർജിനലൈസ് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇവരെല്ലാം ഒഴിവാക്കി ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? റിയാസിന് ഏറ്റവും പ്ലം ആയിട്ടുള്ള വകുപ്പ് കൊടുത്തു. ഒന്ന് ടൂറിസം കൊടുത്തു. ആ വകുപ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ മറ്റേ അച്യുതാനന്ദൻ്റെ കാലത്തന്ന് കോടിയേരി ബാലകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പാണ് ഇയാൾക്ക് പൊതുമരാമത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്ത്. അപ്പോഴും അതൃപ്തി കൂടി. 2 അതൊന്ന്. 2 അണികൾക്കിടയിലുള്ള അതൃപ്തി വലിയ തോതിൽ വർദ്ധിക്കാനുള്ള കാരണം ഈ മരുമകൻ എന്ന് പറഞ്ഞ സമ്പ്രദായം CPM-ന് അന്യമാണ്. ആകെപ്പാടെ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്? EMSന്റെ മകൻ EM ശ്രീധരൻ. ഇവിടെ എല്ലാം മരുമോനെ നിനക്ക് വേണ്ടി ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു. EMSന്റെ മകൻ EM ശ്രീധരൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറായപ്പോൾ പോലും അന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അണികൾക്ക് അമർഷം ആളിക്കത്താൻ മറ്റൊരു കാരണം വീണയുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ. അവിടെയും റിയാസിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അതെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, EMS എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഏറ്റവും വലിയ താത്വികാചാര്യനാണ്. ആ EMSന്റെ മകൻ EM ശ്രീധരനെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കിയപ്പോൾ പോലും വിമർശനം ഉണ്ടായിട്ടുണ്ട് ഈ പാർട്ടിക്കകത്ത്. ആ സാഹചര്യത്തിൽ മരുമകൻ എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇയാളെ മന്ത്രിയാക്കിയത്. പിണറായി വിജയൻ പോലും വേറൊരു ന്യായം പറഞ്ഞിട്ടില്ല ഇയാളെ മന്ത്രിയാക്കുന്നതിന്. പഴയ DYFI അഖിലേന്ത്യാ നേതാവായിരുന്ന ചരിത്രം. അല്ല, അത് ആരെങ്കിലും ഈ കമ്മികൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ പിണറായി വിജയൻ അതിന് ന്യായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഇയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്നുള്ളത് കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും അറിയാം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിയിൽ ഇപ്പോൾ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആക്കാമല്ലോ. പക്ഷേ ജനകീയമായി അയാളുടെ മുൻ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് തോറ്റു എന്നുള്ളതാണ്. അതിനുശേഷം വീരേന്ദ്രകുമാറിനെതിരെ മത്സരിച്ചു, തോറ്റു. അത് കഴിഞ്ഞ് പ്ലം പോസ്റ്റിലേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ എതിർപ്പ് വന്നു. അതിനുശേഷം ഇയാളുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ വന്നപ്പോഴും ഈ റിയാസിനെതിരായിട്ടുള്ള വിമർശനം ശക്തമായി നിന്നു. അയാളൊരു സൂപ്പർ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു. പല തലങ്ങളിലും റിയാസിന്റെ ഇടപെടലുകൾ വന്നു, അത് വിമർശിക്കപ്പെട്ടു. അവസാനം എന്ത് സംഭവിച്ചു? 2022 എറണാകുളം പാർട്ടി സമ്മേളനത്തിൽ അയാളെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊണ്ടു. ഇനിയൊരു ഭരണം കിട്ടിയാൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്, ഞാൻ പറയുന്നില്ല. കാരണം 2 തവണ മത്സരിക്കാം. അതെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് ആ സമയത്തൊക്കെ നമുക്കറിയില്ല ഈ പാർട്ടി ഉണ്ടാവും, പിണറായി ഉണ്ടാവും എന്നൊക്കെയുള്ള വിഷയങ്ങൾ വേറെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇയാളൊരു സൂപ്പർ ഇതാണെന്നുള്ളത് നില വന്നു. ഇയാളെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. കാരണം പാർട്ടി സെക്രട്ടേറിയറ്റിൽ
എളമരം കരീമിനെ പോലും കൊണ്ടുവന്നിട്ടില്ല. അയാൾ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അയാളില്ല. ഒരുപാട് സീനിയർ നേതാക്കന്മാരെ മാറ്റി നിർത്തി. അപ്പോൾ മന്ത്രിയായി ഇയാളെ കൊണ്ടുവന്ന് മരുമകൻ എന്നുള്ള ഒറ്റ കാരണത്താൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇയാളെ കൊണ്ടുവന്നത് മരുമകനാണെന്നുള്ള ഒറ്റ കാരണത്താൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴും തന്നെ ഡിഫാക്റ്റോ ആയിട്ട് അയാളാണ് എന്നുള്ള നിലയിലുള്ള വലിയ വികാരം പാർട്ടിക്കകത്ത്. ഈ വികാരം തന്നെയല്ലേ അൻവർ ഇപ്പോൾ മുഖ്യ ആയുധമായി ഉപയോഗിക്കും? ഞാൻ അതാണ്, അതായത് അൻവർ ഒരു വശത്ത് P. ശശിക്കെതിരായിട്ടുള്ള വികാരം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നെങ്കിൽ മറുവശത്ത് ഒരുപക്ഷെ അത്രയുമോ അതിനേക്കാൾ കൂടുതലോ വികാരം അയാൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുന്നത് റിയാസിനെയാണ്. അത് അണികളുടെ ഇടയിലേക്ക് ശക്തമായ സ്വാധീനം ചെലുത്തും. സ്വാഭാവികമാണ്. ഇനി റിയാസിനെ കുറിച്ചിട്ട് അയാൾ ഇന്നിപ്പം ഒരു പത്രവാർത്തയിൽ ഞാൻ കണ്ടെന്താണെന്നറിയാമോ? അയാൾ പറയുന്നത് റിയാസ് നല്ല നേതാവാണ്, പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാൾക്ക് മന്ത്രിയാവുന്നതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ അയാളെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പാടുണ്ടോ? സെക്രട്ടേറിയറ്റ് മെമ്പർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആക്കാൻ പാടുണ്ടോ? എന്നുവെച്ചാൽ അതൊരു ഭയങ്കര ഒരു ഇതാണ്. മനസ്സിലായി? മന്ത്രി വേണമെങ്കിൽ ആക്കാം, പ്രശ്നമില്ല ആ സമയത്ത്. അപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ മെമ്പറാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെയും അയാൾ പാർട്ടി അണികളെ അഡ്രസ്സ് ചെയ്തിട്ട് അയാൾ പറയുകയാണ് എത്രയോ സീനിയർ നേതാക്കന്മാരിനകത്ത് കിടക്കും. സ്വാഭാവികമായും പാർട്ടി അണികൾ നോക്കുമ്പോഴത്തേക്കും അത് ശരിയല്ലേ? അല്ല, പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ചില സൂചനകൾ ADGP അജിത് കുമാർ എന്തുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി എടുക്കുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റിയാസിനെയാണ് ഉന്നം വെച്ചത്, മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഉന്നം വെച്ചത്. അതൊക്കെ പരസ്യമായി അയാൾ പറഞ്ഞിരിക്കുന്നു. അതെ, മകനും മരുമകനും തമ്മിൽ പിന്നെ എന്നൊക്കെ വരെ പറഞ്ഞിരിക്കുന്നു. അപ്പം അൻവർ എടുക്കുന്ന സമീപനങ്ങൾ എത്ര തന്ത്രപരമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് റിയാസ്. അല്ല, അൻവറിൻ്റേത് ഒരു കെട്ടുകഥയുടെ ബേസിലുള്ള ആരോപണങ്ങളാണോ? അല്ല സോമൻ, ഇതിനകത്ത് ഇപ്പം മുഹമ്മദ് റിയാസിനെതിരെ തെളിവുപരമായി നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഇപ്പൊ പിണറായിനെതിരെ ഉള്ളത്രയും പോലും മുഹമ്മദ് റിയാസിനെതിരെ ഇല്ല. പക്ഷെ വീണയ്ക്കെതിരെ ചില തെളിവുകൾ, അല്ല വീണയ്ക്കെതിരെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ മുഹമ്മദ് റിയാസിനെതിരെ രേഖാപരമായ തെളിവുകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോഴും മുഹമ്മദ് റിയാസ് വലിയൊരു വിമർശനത്തിന്റെ ഒരു ഫോക്കൽ പോയിന്റാണ് P. ശശിയെ പോലെ തന്നെ. പക്ഷെ അൻവറിന്റെ ഉള്ള ശത്രുത കാരണം ഒരു സമുദായത്തിന്റെ വക്താവെന്ന നിലയിൽ റിയാസ് വളർന്നു വരുമെന്നുള്ള ഭയമാണോ? അല്ല, എനിക്കൊന്ന് നേരെ തിരിച്ചാണെന്ന് എനിക്കൊന്ന്. കാരണം ഈ അൻവർ റിയാസിനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അൻവർ ശരിക്കൊരു ഒരു ഒരു ന്യൂനപക്ഷ ചാപ്പയ്ക്ക് പുറത്തേക്ക് വരികയാണെന്നാണ് എൻ്റെ വാദം. കാരണം അൻവർ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാതിരുന്നിരുന്നുവെങ്കിലാണ് അൻവർ ന്യൂനപക്ഷത്തിൻ്റെ എന്ന് പറയുന്നത്. ഇപ്പോൾ അതല്ല, റിയാസിനെതിരെയും ശക്തമായി ഉന്നയിക്കുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ അയാളുടെ പോയിന്റ് പൊളിറ്റിക്കൽ പോയിന്റാണ് അയാൾക്ക്. അല്ല, ഇത്തരമൊരു പ്രതികരണത്തിൽ CPM പോലും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് AN ഷംസീറിനെ ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ അൻവറിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്താൻ CPM പിണറായി വിജയനും ഒക്കെ ശ്രമിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറഞ്ഞ ഷംസീറിൻ്റെ വിഷയം. ഈ പിന്നെ റിയാസ് വന്നതോടുകൂടി പൊളിഞ്ഞു പോയ വേറൊരാൾ ഷംസീറാണ്. ഷംസീർ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്നാണ് ഷംസീറിനെ പിന്നെ സ്പീക്കർ എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്. അൻവർ വളരെ പൊളിറ്റിക്കലായി തൻ്റെ കാർഡുകൾ അൻവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ശശി. പാർട്ടി അണികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശശി അഡ്രസ്സ് ചെയ്യുന്ന പോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ട നിലയിലോ മുഹമ്മദ് റിയാസിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയും. അല്ല, ഇന്നലെ ഒരു ചാനലിനോട് അൻവർ പറഞ്ഞു ഇനിയൊരു അടി പിണറായി വിജയൻ താങ്ങില്ല, അതിൻ്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. P. ശശിക്കെതിരെ പരമാവധി തെളിവുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച അൻവർ ഇനി പോയിന്റ് ചെയ്യുന്നത് റിയാസിന് നിറക്കായിരിക്കില്ല. സംശയമൊന്നുമില്ല. കാരണം ഇതുവരെ അയാൾ കൊണ്ടുവന്ന രേഖകൾക്കൊന്നും അയാൾ ഉയർത്തിയ ഒരു വിഷയത്തിനും കാര്യകാരണ സഹിതം ഈ പിണറായി വിജയനോ പാർട്ടിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഒരു വിഷയത്തിൽ. ഇപ്പോൾ ശശിയുടെ കാര്യത്തിൽ തന്നെ അയാൾ ശശിയെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ആ പരാതി പുറത്തു വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതിനകത്ത് ലൈംഗിക പരാതികൾ ഉൾപ്പെടേണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് വലിയ തോതിൽ പൊതുമണ്ഡലം ചർച്ച ചെയ്യും. അല്ല, അത് നേരത്തെ ഉയർന്നു കേട്ടല്ല. അല്ല, ഞാൻ പറഞ്ഞത് ലൈംഗിക പരാതികൾ ഉയർന്നു കേട്ടതാണെങ്കിൽ എണ്ണെന്ന് തന്നെ വിചാരിക്കും. ഇനി അത് പുതിയതാണെന്ന് നമുക്കറിയില്ല. ഇനി ഉയർന്നു കേട്ടതാണെന്ന് തന്നെ വിചാരിക്കാം. ഉയർന്നു കേട്ടതാണെങ്കിൽ പോലും അത് അൻവർ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ ഭാഗമായി വീണ്ടും ചർച്ച ചെയ്യപ്പെടും. സോയിമോനെ, പക്ഷേ ഈ വീഴ്ച ഒരു ഭയാനകമാണല്ലോ. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഒരു രാജകുടുംബം പോലെ കേരളം ഭരിച്ച് കേരളം അടക്കി വാണിരുന്ന ആ ഒരു കുടുംബത്തിന് നേർക്കല്ലേ ആക്രമണം? സോയിമോൻ, ഇതൊക്കെ സ്വാഭാവികമാണ്. സോയിമോനെ, ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയാൻ കാര്യം എന്താ? 35 വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിൽ
50% വോട്ട് 3-4 പ്രാവശ്യം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 6% ഉള്ളൂ. 6%. 2011 തോറ്റു, അത് കഴിഞ്ഞ് 14 ലോക്സഭയിൽ തോറ്റു, 16 നിയമസഭയിലേക്ക് തോറ്റു, 19 ലോക്സഭയിലേക്ക് തോറ്റു, 24 ലോക്സഭയിലേക്ക് തോറ്റു, ഇനി 26 തോൽക്കാനിരിക്കുന്നു. അപ്പം ഇത് സ്വാഭാവികമാണ്. ഇതിങ്ങനെ തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ അപ്പൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു, മരുമോൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നു, 2 മന്ത്രിവാഹനങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നു, എല്ലാ ഉദ്യോഗസ്ഥരും അവർക്ക് മുന്നിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്നു. വല്ലാത്ത കാഴ്ച തന്നെ. ഇത് ആകസ്മികമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം തമിഴ്നാട്ടിൽ ഭരിക്കുന്ന ഒരു ദ്രാവിഡ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അത് സംഭവിക്കും, അതിൽ തെറ്റില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും അത് ഒരു തവണ കൂടുതലൊന്നും ഉണ്ടായ ചരിത്രമില്ലെന്ന് മാത്രമല്ല, ഈ കാഴ്ച ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് താഴത്തേക്ക് പോകുന്നത്. മനസ്സിലായും? ഇപ്പൊ ഈ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെ നമ്മുടെ ഷാജി കൈലാ സിനിമകളിലൊക്കെ അപ്പൻ മുഖ്യമന്ത്രിയാണെങ്കിൽ മകനെ പരമാവധി ഒരു MP വരെ ആക്കിയിട്ടുള്ളൂ. അതിലപ്പുറം 2 മന്ത്രിമാർ ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും കാണാത്ത കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കാണാതാവാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടത്. അൻവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവസാനത്തെ ആളായിരിക്കും പിണറായി എന്ന്. ഇത് ഒറ്റ ടേക്കിൽ തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താ? പിണറായി വിജയനെ കഴിഞ്ഞ 8 വർഷമായിട്ട് പൊന്നുപോലെ ഒക്കത്ത് കൊണ്ടുവന്നിരുന്ന ആളാണ് ഈ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അൻവർ നടത്തുന്ന ആക്രമണത്തിലെ 2 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയിന്റ്, ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയിന്റ് ശശിയും, ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോയിന്റ് റിയാസ്, ഇത് രണ്ടും അൻവറിന് വലിയ പിന്തുണയാണ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി സമ്മേളനങ്ങളാണ്. ഒന്നുമല്ല, പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് തീരുകയാണ്. ഇനി അടുത്ത ലോക്കൽ സമ്മേളനത്തിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായും ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതിഭീകരമായിരിക്കും. ഇപ്പോൾ പിണറായി വിജയനെതിരായി വന്നിരിക്കുന്ന നേതാക്കന്മാരെല്ലാം നെയിം സേക്കിന് വന്നിരിക്കുന്നവരാണ്. അവരെല്ലാവരും ഉള്ളാലെ ഇതിൽ സന്തോഷിക്കുകയാണെന്നുള്ള കാര്യമാണ്. ഗോവിന്ദൻ പോലും പ്രതികരിച്ച് കുപ്പിയിലായ അവസ്ഥയിലാണ്. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും അൻവർ കൂടുതൽ ഹീറോ ഇമേജിലേക്ക് കേരളത്തിൽ വരികയാണ്. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി മാധ്യമങ്ങൾ മുഴുവൻ, പ്രേക്ഷകർ മുഴുവൻ കാത്തിരിക്കുന്നു. വല്ലാത്ത അവസ്ഥയല്ലേ ശോഭന? ഞാൻ ഇതുകൊണ്ടാണ് ഒരു ഗതികെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും PS ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തത്. ഒരു ഗതികെട്ട അവസ്ഥയാണ് എൻ്റെ, എന്നാലും എനിക്ക് നിവൃത്തിയില്ല. കാരണം എന്താണ്, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം ഇവിടെ പിണറായി വിജയനും അൻവർ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി, ഗോവിന്ദനും അൻവർ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പിണറായി വിജയന്റെ പത്രസമ്മേളനം നടത്തിയാൽ അപ്പൊ അൻവർ തിരിച്ചൊരു പത്രസമ്മേളനം. ഗോവിന്ദൻ പത്രസമ്മേളനം ഇന്ന് രാവിലെ ഇപ്പം ഒരു മണിക്കൂർ മുമ്പ് നടത്തി തിരിച്ചടിച്ചു. ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നു, അതിന് തിരിച്ചു മറുപടി. അപ്പം യഥാർത്ഥത്തിൽ ഈ ഓരോ കാര്യത്തിലും അൻവർ എന്ന് പറഞ്ഞ ആള് പ്രതിപക്ഷത്തിന്റെ റോളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അൻവറിനെ പിന്തുണയ്ക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളാണ്, കമ്മ്യൂണിസത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ്, അജണ്ടയാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറുവശത്ത്. അല്ല, ഞാൻ പറയുന്നത് അത് എത്ര വിശദീകരിക്കുന്നു അത്രയും താഴോട്ട് പോവുകയോ, എത്ര വിശദീകരിച്ചു കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും സാധാരണ ഇതിലുള്ളൊരു പാർട്ടി അംഗം പോലും ഇതൊക്കെ 10, 15, 25 വർഷം മുമ്പൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം. അതിന് കാലഘട്ടം മാറി. ഏറ്റവും ദുർബലനായി മാറിയിരിക്കുന്നത് പിണറായി വിജയനേക്കാൾ ഒരുപക്ഷെ റിയാസ് തന്നെയല്ലേ? റിയാസിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മൾ ഈ ചുവരുള്ളപ്പോഴേ ചിത്രം എഴുതാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പാർട്ടി തന്നെ തീരാൻ പോകുമ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്നത് ഏറ്റവും ദുർബലനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്ന റിയാസിനെ അല്ല, ഗോവിന്ദൻ മാസ്റ്ററെയാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഗോവിന്ദൻ മാസ്റ്റർ കാര്യം ആലോചിച്ച് നോക്കൂ സുഖം. പാർട്ടി സെക്രട്ടറിയാണ് അയാൾ. പിണറായി ഗോവിന്ദൻ എന്ന ഒരു ആശ്വാസവാക്ക് പറഞ്ഞത് എൻ്റെ കാലുകളിൽ ചങ്ങലി ഉണ്ടെന്നല്ലേ അൻവർ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. സോയിമണെന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടി സെക്രട്ടറി എന്ന സ്ഥാനം എന്തായിരുന്നു? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ വെറും ഒരു കരു മാത്രമായിരുന്നു. രാവിലെ ഫയലുകളിൽ ഇങ്ങനെ ഇൻഡ്യൂട്ട് കൊണ്ടുവരുമായിരുന്നു അവിടെ അച്യുതാനന്ദൻ ഉപയോഗിക്കാൻ. അച്യുതാനന്ദൻ അവിടെ നിന്ന് ഒപ്പിടുകൾ മാത്രമേ ഉള്ളായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് പാർട്ടി സെക്രട്ടറി ആരാ? പ്യൂണിൻ്റെ വിലയെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. എന്ത് പിണറായി വിജയൻ മനസ്സിൽ കാണുന്നോ, പിണറായി വിജയൻ മനസ്സിൽ കാണുന്ന കാര്യം നടപ്പിലാക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ഗോവിന്ദൻ താന്നിരിക്കുന്നു. അപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ ഈ നിലയിലേക്ക് താന്നിരിക്കുന്നു. ഇതിൻ്റെ ഏതാണ്ട് അവസാന റീലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി തന്നെ പോകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് റിയാസ് എന്ന് പറയുന്നതിനകത്ത് ആരും കാര്യമില്ല. പക്ഷേ അൻവറിൻ്റെ ഏറ്റവും വലിയ വജ്രായുധങ്ങളിൽ ഒന്നാണ് റിയാസിനെതിരെ ഇനിയും കാര്യങ്ങളുമായി ഇയാൾ പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ വലുതായിട്ടുണ്ട്. കോഴിക്കോടൊക്കെ റിയാസിനെതിരെ കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എല്ലാവരും ഇയാളുടെ അടുത്ത്, ഇപ്പം ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിലുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ആളുകൾ എന്നെ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പിന്നെ റിയാസിൻ്റെ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, റിയാസ് എന്ന് പറഞ്ഞ അധ്യായം ഈ മന്ത്രിസ്ഥാനത്തോടുകൂടി തീർന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നായിരിക്കും. വളരെ നന്ദി.